പുരാതന ഇംഗ്ലണ്ടിലെ നോർത്തംബ്രിയ എന്ന രാജ്യത്ത് സെന്റ് ഓസ്വൽഡ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഒരു വിളംബരം നടത്തി. ഇന്നേ വരെ ലോകത്ത് വരച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സമാധാനം തരുന്ന ഒരു ചിത്രം വരയ്ക്കുന്ന ചിത്രകാരന് അവർ ചോദിക്കുന്ന എന്ത് സമ്മാനവും ഞാൻ നൽകും. പക്ഷെ ചിത്രം കാണുന്ന മാത്രയിൽ തന്നെ ഒരാളുടെ മനസ്സ് ശാന്തമാകണം, സമാധാനപൂർണ്ണമാകണം. തീരുമാനിച്ച തീയതിയിൽ ചിത്രകാരന്മാരെല്ലാവരും രാജകൊട്ടാരത്തിൽ വന്ന് ചിത്രങ്ങൾ വരച്ച് പൂർത്തിയാക്കി. എല്ലാ ചിത്രങ്ങളും അതിഗംഭീരം. എന്നാൽ ഒടുവിൽ ഫൈനൽ റൗണ്ടിലേക്ക് രാജാവ് 2 ചിത്രങ്ങളാണ് തിരഞ്ഞെടുത്തത്. ആദ്യത്തേത് വളരെ മനോഹരമായ ഒരു സീനറി ആയിരുന്നു. മഞ്ഞുമലകളാൽ ചുറ്റപ്പെട്ട ശാന്തസുന്ദരമായ ഒരു തടാകവും അതിലൂടെ പറന്നു പോകുന്ന കുറച്ച് പക്ഷികളും എല്ലാം ചേർന്ന് ജീവനുള്ളതുപോലെ തോന്നിക്കുന്ന ആ ചിത്രം ആരുടെ മനസ്സിനെയും ശാന്തമാക്കാൻ പോകുന്നതായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ചിത്രം കണ്ടാൽ ആർക്കും ഒറ്റനോട്ടത്തിൽ പേടിയാണ് തോന്നുക. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശവും ഇടിവെട്ടും കൊടുങ്കാറ്റും മഴയും പേമാരിയും ഒക്കെയുള്ള ഇരുണ്ടു മൂടിയ ഒരു ഭീകര ചിത്രം. ആദ്യ ചിത്രത്തിന് തന്നെയായിരിക്കും സമ്മാനമെന്ന് കാഴ്ചക്കാരെല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ രാജാവിൻ്റെ ഫലപ്രഖ്യാപനം എല്ലാവരെയും ഞെട്ടിച്ചു. അദ്ദേഹം ഏറ്റവും ശാന്തത തരുന്ന ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രമായിരുന്നു. അത് കേട്ട് ആദ്യ ചിത്രം വരച്ച ചിത്രകാരൻ രാജാവിനോട് ചോദിക്കുന്നതുകൊണ്ട് അങ്ങയ്ക്കൊന്നും തോന്നരുത്, ഏറ്റവും ശാന്തസുന്ദരമായ ചിത്രമായിട്ട് അങ്ങ് എന്തുകൊണ്ടാണ് ഇടിയും മഴയൊക്കെയുള്ള ആ ചിത്രം തിരഞ്ഞെടുത്തത്? രാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും അതിൽ കണ്ടത് ഇടിയും മഴയും മാത്രമാണ് അല്ലേ? പക്ഷെ ഞാൻ അതിൽ കണ്ടത് മറ്റൊന്നാണ്. കൊടുങ്കാറ്റിൽ ആടിയുലയുന്ന ആ മരത്തിൻ്റെ ചിലയിൽ ഒരു പക്ഷിയെ കണ്ടില്ലേ? ചുറ്റും നടക്കുന്ന ഇടിമിന്നലും പേമാരിയും കൊടുങ്കാറ്റും ഒന്നും വകവയ്ക്കാതെ സമാധാനത്തോടെ തൻ്റെ കാര്യം നോക്കി കുഞ്ഞുങ്ങൾക്ക് ശാന്തമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ആ പക്ഷിയെയാണ് സമാധാനത്തിൻ്റെ മൂർത്തിഭാവമായി ഞാൻ കണ്ടത്. ശരിയാണ് അല്ലേ? നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എപ്പോഴും സമാധാനപൂർണ്ണമാകണം എന്നില്ല. നമ്മൾ ജീവിക്കുന്നത് എപ്പോഴും സമാധാനം തരുന്നവരുടെ കൂടെ ആകണം എന്നുമില്ല. പക്ഷേ ചുറ്റുമുള്ള ലോകമെല്ലാം ഇളകി മറിയുമ്പോഴും ഉള്ളിൽ സമാധാനം കാത്തു സൂക്ഷിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അവർ ലോകത്തെ ജയിച്ചവരാണ് എന്ന് നമുക്ക് കരുതാം. ദ പ്രിൻസ് ഓഫ് സോൾ എന്നറിയപ്പെട്ടിരുന്ന അമേരിക്കൻ സംഗീതജ്ഞൻ മാർവിൻ ഗേയുടെ വാക്കുകൾ വളരെ അർത്ഥവത്താണ്. ഇഫ് യു കനോട്ട് ഫൈൻഡ് പീസ് വിതിൻ യുവർ സെൽഫ്, യു വിൽ നെവർ ഫൈൻഡ് ഇറ്റ് എനിവെയർ എൽസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് മറ്റൊരിടത്തും കണ്ടെത്താനാവില്ല. പ്രശ്നങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്ക് ഓടി ഒളിച്ചിട്ടാണോ സമാധാനം കണ്ടെത്തുക? അല്ല. എന്ത് വിഷമാവസ്ഥ ഉണ്ടായാലും എനിക്കിത് നേരിടാനാകും എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ ആ പ്രതിസന്ധിയുടെ നേർക്ക് ഒന്ന് പുഞ്ചിരിക്കാനായാൽ നിങ്ങൾ ഓൾറെഡി അതിൽ ജയിച്ചു എന്ന് വേണം കരുതാൻ. സധൈര്യം ആദ്യപടി വയ്ക്കാൻ സാധിച്ചാൽ പിന്നീട് അങ്ങോട്ട് വിജയങ്ങളും സന്തോഷവും നിങ്ങളെ തേടി വരും എന്നുറപ്പാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ് വിത്ത് ലോട്ട്സ് ഓഫ് ലവ്. താങ്ക് യു.